ഹായ് ഡിയേഴ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കുറേ നല്ല നല്ല ടിപ്സ് ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഗ്ലാസിൻ്റെ ജാറുകളാവട്ടെ, ബൗളുകളാവട്ടെ, ഗ്ലാസിൻ്റെ വെസലുകൾ എന്താണെങ്കിലും നമ്മൾ കഴുകുന്ന സമയത്ത് സാധാരണ പാത്രം കഴുകുന്ന ആ ഒരു ലിക്വിഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ വിമ്മിൻ്റെ ആ ഒരു ബാർ വെച്ചിട്ടോ നമ്മൾ അങ്ങോട്ട് കഴുകിയെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഗ്ലാസിൻ്റെ ബൗളുകളും പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക. സോപ്പ് ലിക്വിഡിലേക്കോ അല്ലെങ്കിൽ വിം ബാറിലാണെങ്കിൽ നമ്മൾ കുറച്ച് വിമ്മിൻ്റെ അതെടുത്തിട്ട് അത് കുറച്ച് വിനാഗിരി കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഗ്ലാസിൻ്റെ വെസലുകളൊക്കെ കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷൈനിങ് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസം അനുഭവിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്കറിയാം വിനാഗിരി നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണെന്ന്. അപ്പോൾ വിനാഗിരി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇത് വൃത്തിയായി കിട്ടുകയും ചെയ്യും. ആ ഗ്ലാസ്സിനൊക്കെ നല്ലൊരു ഷൈനിങ്ങും കിട്ടും. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു ഇഷ്ടം തോന്നും. നല്ല രീതിയിൽ നല്ല തിളക്കമുള്ള ഗ്ലാസിൻ്റെ, ഇതിപ്പോൾ ഏത് ഗ്ലാസിൻ്റെ എന്താണെങ്കിലും, ഗ്ലാസ് മാത്രമല്ല സ്റ്റീലിൻ്റെ പാത്രങ്ങളും നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യാം കേട്ടോ. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടത്. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലെല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് അരി, ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് കൂടുതൽ കൊടുന്ന് സ്റ്റോർ ചെയ്ത് വെക്കുമല്ലേ. അപ്പോൾ ഈ അരി പെട്ടെന്ന് കേട് വന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് 2-3 വറ്റൽമുളക് ഇട്ട് വെക്കുക. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലേ. പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. വറ്റൽമുളകിൻ്റെ കാര്യം നല്ല എഫക്റ്റീവാണ്. ഇതിൽ പ്രാണികളോ കുറിഞ്ചാത്തൻ അങ്ങനെ ഒന്നും വരില്ല. കുറിഞ്ചാത്തൻ നിങ്ങളുടെ നാട്ടിൽ പറയലുണ്ടോ? അരിയിലൊക്കെ വരുന്നൊരു ചെറിയ പ്രാണിയില്ലേ, അതിന് ഞങ്ങളിവിടെ അങ്ങനെ കേട്ടോ പറയാം. അപ്പോൾ ഈ വറ്റൽമുളക് ഇട്ട് വെക്കുകയാണെങ്കിൽ അരിയിൽ പ്രാണികളൊന്നും വരില്ല. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ബിരിയാണി റൈസിൽ ഇത് നമുക്ക് സാധാരണ അരിയിലും ചെയ്യാം, പക്ഷേ അത് ചോറ് വെക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് വരും. അപ്പോൾ ബിരിയാണി റൈസിലാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇതുപോലൊരു 3-4 ഗ്രാമ്പ് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഇത് നമുക്ക് ബസ്മതി റൈസിലും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ചോറ് വെക്കുന്ന അരിയിൽ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചോറ് വെക്കുമ്പോൾ ഒരു ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലുണ്ടാവും. പിന്നെ ഗ്രാമ്പു ആണെങ്കിൽ നല്ല ഫ്രഷ് ആയത് തന്നെ എടുക്കണം കേട്ടോ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇഞ്ചി വളരെ എളുപ്പത്തിൽ പെർഫെക്റ്റായിട്ട് തൊലി കളഞ്ഞെടുക്കാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ. നമ്മൾ സാധാരണ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുമ്പോൾ കത്തിയുടെ മൂർച്ചയുള്ള ഭാഗം വെച്ചിട്ടല്ലേ തൊലി കളയുക. പക്ഷേ ഇഞ്ചി തൊലി കളഞ്ഞെടുക്കുമ്പോൾ മൂർച്ചയില്ലാത്ത ഭാഗം വെച്ചിട്ട് തൊലി കളഞ്ഞെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നല്ല മൂർച്ചയുള്ള കത്തി വെച്ചിട്ടൊക്കെ തൊലി കളയുമ്പോൾ അതിൻ്റെ ആ ഒരു ഇഞ്ചിയുടെ തൊലി മാത്രമല്ല, അതിൻ്റെ ആ ഒരു ഇഞ്ചി കൂടെ നമുക്ക് ഒരുപാട് നഷ്ടപ്പെടും. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മൂർച്ചയില്ലാത്ത ഭാഗം വെച്ചിട്ട് ഒന്ന് തൊലി കളഞ്ഞ് നോക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ അതിൻ്റെ തോല് മാത്രമായിട്ട് പോരുന്നത് നമുക്ക് കാണാൻ പറ്റും. മൂർച്ചയുള്ള ഭാഗം വെച്ചിട്ടാണെങ്കിൽ ഒരുപാട് ഇഞ്ചി നമുക്കിങ്ങനെ തൊലി കളയുന്നതിലൂടെ നഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇഞ്ചി നമുക്ക് തൊലി കളഞ്ഞിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാനുള്ളൊരു ട്രിക്കും കൂടെ കാണിച്ചു തരാം. ഒരു ഗ്ലാസ് ജാറിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിലൊന്നും വെക്കണ്ട, ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഡോറിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തിട്ട് ചതച്ചെടുത്താൽ മതി. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് ചതച്ചെടുക്കാം. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അടുത്ത ടിപ്പാണ് കേട്ടോ പറയുന്നത്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യ് ഇടുമ്പോഴാണ് അതിന് എപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അല്ലേ. അപ്പം നെയ്യാണെങ്കിൽ ഒരുപാട് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കൊളസ്ട്രോളൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നെയ്യിനാണെങ്കിൽ നല്ല റേറ്റുമാണ്. അപ്പോൾ ഇനി ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യ് മാത്രം എടുക്കാതെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് എണ്ണ കൂടെ, വെളിച്ചെണ്ണയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണെങ്കിൽ അത്, അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ നെയ്യിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. എന്നാൽ ഒരുപാട് നെയ്യ് ചേർക്കുകയും വേണ്ട. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സവാള നല്ല രീതിയിൽ ഗോൾഡൻ നിറത്തിൽ മൊരിച്ചെടുക്കാറില്ലേ. അപ്പോൾ അതിനി മൊരിച്ചെടുക്കുന്ന സമയത്ത്
അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ബിരിയാണീൻ്റെ അകത്ത് ഇത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ചെറിയൊരു മധുരമൊക്കെ വന്നിട്ട് നമ്മൾ കിസ്മിസിൻ്റെ കാഷ്നട്ട്സിൻ്റെ ഒക്കെ കൂട്ടത്തിലാണല്ലോ ഇത് ചേർക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഈ ഒരു സവാളയ്ക്ക്. പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും പഞ്ചസാര ചേർത്താൽ. ഒരുപാട് പഞ്ചസാര ചേർക്കേണ്ട, 1 ടീസ്പൂൺ മതി. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ വായ്വട്ടം കുറഞ്ഞ ബോട്ടിലുകൾ വൃത്തിയാക്കാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ. ഉള്ളിൽ ഓയിൽ നമ്മൾ വെച്ചിരുന്ന പാത്രമാണെങ്കിലും എന്ത് സൂക്ഷിച്ചിരുന്നതാണെങ്കിലും അതിനുള്ളിലുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി നല്ല പോലെ ക്ലീനായിട്ട് വരാനുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഒരു മുട്ടയുടെ മുട്ടത്തോട് നല്ല പോലെ ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അത് പൊടിച്ചിട്ട് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഓംലെറ്റിലൊക്കെ എടുത്ത മുട്ടയാണെങ്കിൽ നല്ല പോലെ സോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കണം കേട്ടോ ആ മുട്ടത്തോട്. എന്നിട്ട് പൊടിച്ചിട്ട് അത് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് സോപ്പ് ലിക്വിഡ് ആണെങ്കിൽ 2 ഡ്രോപ്സ് ലിക്വിഡ്, നമ്മൾ വിംബാറൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ചെറിയൊരു പീസ് സോപ്പിൻ്റെ പീസും ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഷേക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ സിങ്കിലേക്ക് നേരിട്ട് അങ്ങോട്ട് ഒഴിക്കരുത് കേട്ടോ, പിന്നെ സിങ്ക് ബ്ലോക്കാവും. അപ്പോൾ ഒന്നുകിൽ വല്ല അരിപ്പയിലേക്കോ എന്തിലേക്കോ ഒഴിക്കുക, അല്ലെങ്കിൽ സിങ്കിൻ്റെ ആ ഒരു മുകളിൽ നമ്മൾ വെക്കുന്ന ഒരു നെറ്റില്ലേ അത് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ബോട്ടിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ബോട്ടിലിനുള്ളിലെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇല്ലാതാവും. നമ്മളിപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിരുന്ന ബോട്ടിലാണെങ്കിൽ പോലും എണ്ണയുടെ ഒന്നും ഒരു അംശം ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ബോട്ടിലൊക്കെ വൃത്തിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിത്തോല് വെച്ച് ചെയ്തെടുക്കാവുന്ന 1-2 ടിപ്സാണ് കേട്ടോ പറയുന്നത്. നമ്മൾ മുട്ട പുഴുങ്ങുന്ന സമയത്ത് നമ്മൾ അത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുട്ട പുഴുങ്ങുന്ന സമയത്ത് അതുപോലെയുള്ള വേറൊരു ടിപ്പാണ്. ഇതുപോലെ ഒരു പിടി ഉള്ളിത്തോലിട്ടിട്ട് പുഴുങ്ങിയെടുക്കുകയാണെങ്കിലും മുട്ട പൊട്ടിപ്പോവാതെ തന്നെ കിട്ടും. ഇതിപ്പോൾ ഞാൻ എടുത്തപ്പോൾ 2 മുട്ട മാത്രമേ നല്ലതുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊരു വിള്ളൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതൽ ഉള്ളിത്തോൽ ഇടുന്നുണ്ട്. ഒരു പിടി ഉള്ളിത്തോൽ ഇട്ടാൽ മതി. ഇത് വേറൊരു ഉപയോഗം കൂടെ ഉണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഇവിടെ ഉള്ളത് മൊത്തം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിത്തോൽ ഇട്ടിട്ട് നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊലിയൊന്നും പൊട്ടാതെ, അതായത് മുട്ടയുടെ തൊലിയൊന്നും പൊട്ടാതെ നല്ല വൃത്തിയോടുകൂടെ തന്നെ നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിതിന് പകരമായിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നതും ഉപ്പിട്ട് കൊടുക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ഉപയോഗം കൂടെ ഉണ്ട് കേട്ടോ ഇതുകൊണ്ട്. അപ്പോൾ നമുക്ക് വിനാഗിരിയോ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ 2 ഉപയോഗം നടക്കുന്നതുകൊണ്ട് തന്നെ മുട്ട പുഴുങ്ങുന്ന സമയത്ത് ഇങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മുട്ട ഞാൻ പറഞ്ഞില്ല, അതിലൊന്ന് ഓൾറെഡി ചെറിയൊരു പൊട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ളിലേക്കൊക്കെ ഈ ഒരു ഉള്ളിത്തൊലിയുടെ ആ ഒരു വെള്ളം കയറിയിട്ട് മുട്ടേൻ്റെ കളറ് നല്ല യെല്ലോ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുട്ട അതിൻ്റെ തോട് പൊട്ടാത്ത ആ ഒരു മുട്ടയല്ലേ, അത് അതിൻ്റെ മുകൾ ഭാഗത്ത് ആ ഒരു തൊലി കാണുമ്പോൾ തന്നെ നമുക്ക് ബ്രൗൺ കളറിൽ ഉണ്ടാവുള്ളൂ. ഉള്ളിലൊക്കെ സാധാരണ നമ്മൾ മുട്ട പുഴുങ്ങിയെടുത്ത പോലെ വൈറ്റ് കളറിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. നമ്മൾ ആ പുഴുങ്ങിയെടുത്ത വെള്ളമല്ലേ അത് നല്ല പോലെ തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഈ വെള്ളം നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഒരു പഴയ അരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഉള്ളിത്തോല് വെച്ച് ഇതിന് മുമ്പ് വേറൊരു ടിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ടിപ്പ്. അപ്പോൾ ഈ വെള്ളം ഞാനിതവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ചൊരു 1/4 ഗ്ലാസ് വെള്ളം എടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികളുടെ ഇലകളും പൂക്കളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. നല്ലൊരു ഫെർട്ടിലൈസറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അത് നേർപ്പിച്ചിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചെടികൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് മുമ്പ് ഞാൻ ഉള്ളിത്തോല് വെച്ചിട്ട് ഇതുപോലുള്ള വേറൊരു ടിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉള്ളിത്തോല് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. അങ്ങനെ നമ്മൾ ഇട്ട് വെക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വീടിനുള്ളിലൊക്കെയാണ് ഇട്ട് വെക്കുന്നതെങ്കിൽ ചെറിയൊരു സ്മെല്ലുണ്ടാവും. പുറത്താണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്മെല്ലൊക്കെ ഉണ്ടാവും. പിന്നെ അതിങ്ങനെ 2-3 ദിവസം ഇട്ട് അത് നമ്മൾ അലിയിച്ചെടുക്കണ്ടേ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആ മുട്ട പുഴുങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു ഫെർട്ടിലൈസർ റെഡിയായിട്ട് കിട്ടും. ചെടികളുടെ താഴെയും മുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇലകൾക്കൊക്കെ നല്ലൊരു സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ അതിലൊഴിച്ചിട്ട് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നല്ല ആരോഗ്യത്തോടെ തന്നെ നമ്മുടെ ചെടികളൊക്കെ വളരും.
ചെടികൾക്ക് മാത്രമല്ല വീട്ടിൽ നമ്മൾ വല്ല പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഉള്ളിത്തോൽ ഇതിൻ്റെ താഴേക്ക് ഇട്ട് കൊടുക്കുന്നത് നമുക്കറിയാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പൂന്തോട്ടമൊക്കെ വൃത്തികേടായിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ചെയ്ത ടിപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. വീടിന് പുറത്തൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ ഫ്ലാറ്റ് ആയതുകൊണ്ട് ഉള്ളിൽ വെക്കുമ്പോൾ അതൊരു സ്മെല്ല് വരുന്നുണ്ട് എന്ന് മാത്രം. ഇങ്ങനെ ആകുമ്പോൾ ഒറ്റയടിക്ക് തന്നെ ഉള്ളിത്തോൽ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് കളയാൻ പറ്റും ഇത് ചെയ്തെടുത്താൽ. മറ്റേത് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കുമ്പോൾ ആ ഒരു സ്മെല്ലും വരും, പിന്നെ 2-3 ദിവസം അതങ്ങനെ അവിടെ ഇരിക്കുകയും ചെയ്യണ്ടേ. അപ്പോൾ എന്തായാലും ഇന്ന് കാണിച്ച ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്